Hello friends, welcome to Toppers World 2.0. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് അതിന്റെ പാർട്ട് 2 ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ കാണുക. Next, say the words aloud. Circle the picture with a different starting sound. The first one is done for you. നമുക്ക് എല്ലാത്തിനും നെയിമുകൾ പറയണം. ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്താ ഫിഷ് അല്ലേ, ഫിഷ്, ഫോക്സ്, എന്താ പീകോക്കിന്റെ നമ്മള് ഒരു ഫെദർ ആണല്ലേ ഇത്. ഇവിടെ എന്താ ക്യാപ്, ഇവിടെ ഓഡ് വൺ ആരാണ് ക്യാപ്. അടുത്തത് ബി, ബെൽ, ടൊമാറ്റോ, ബലൂൺ. ആരാ ഓഡ് വൺ? മൂന്നെണ്ണവും ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ടൊമാറ്റോന്റെ ടീയിൽ, അപ്പൊ ടൊമാറ്റോ ആണ് ഓഡ് വൺ. അടുത്തത് ഹാൻഡ്, ആൻഡ്, ഹട്ട്, ഹോഴ്സ്. ആരാണ് ആൻഡ്. അടുത്തത് ക്ലോക്ക്, പെൻ, പോട്ട്, പാരറ്റ്. ആരാണ് അപ്പൊ ഓഡ് വൺ ആരാണ്? നമ്മുടെ ക്ലോക്ക് അല്ലെ. ബാക്കിയെല്ലാം പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ദ പ്ലേ ടൈം. ഹോൾഡ് ദിസ് പേജ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഡു ദേ ലുക്ക് ദ സെയിം ഇൻ ദ മിറർ. ഈ പേജ് നമ്മുടെ മിററിന്റെ ഫ്രണ്ടിൽ കാണിച്ചു നോക്കുക. ഇതേ എച്ചും ബിയും സിയും എ ഒക്കെ ഇതേപോലെ തന്നെയാണോ കാണുന്നതെന്ന് ചെയ്ത് നോക്കാൻ പറയാണ്. നെക്സ്റ്റ് പേജില് ഇവിടെ ഒരു രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ചിത്രം നോക്കിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഹു ആർ ദർ ഇൻ ദിസ് ഫാമിലി? ഫാമിലി ആരെല്ലാം ഉണ്ട്? വാട്ട് ആർ ദേ ഡൂയിങ്? അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഹൗ ഡു യു ഹെൽപ്പ് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുക? വാട്ട് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ് ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തില് ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് എന്താണ്? ഇതാണ് നമ്മൾ എഴുതാൻ പറയുന്നത്. ഓക്കെ, നോക്കൂ. ഹു ആർ ദർ ഇൻ ദ ഫാമിലി? ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ആൻഡ് ചിൽഡ്രൻ. What are they doing? Grandma is bathing the child. A boy swings a toy in his hand. Mother is combing daughter's hair. Two children are playing with the cow. A girl is standing above the ladder. Another girl standing below and she supports the ladder with her hands. Father and a few children making pookalam. How do we help your family? Washing clothes, cleaning the vessels, cleaning the floor, watering the plants, etc. What did you like most in the picture? ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണ്? I like the most in the picture is grandma is bathing the child and father and children making the പൂക്കളം. Next, let us sing എന്നുള്ള ഒരു poem ആണ് My Family. എന്താണ്? My Family. Mother, mother, will you play with me? Yes, I shall. Yes, I shall. We are a family. Father, father, will you eat with me? Yes, I shall. Yes, I shall. We are a family. Brother, sister, will you dance with me? Yes, I shall. Yes, I shall. We are a family. Grandmother, grandmother, will you sing with me? Yes, I shall. Yes, I shall. We are a family. Grandmother, grandfather, grandfather, will you read with me? Yes, I shall. Yes, I shall. We are a family. അപ്പൊ എന്താ ഇവിടെ പറയണത്? അമ്മയോട് ആദ്യം ചോദിക്കണം, അമ്മേ എന്റെ കൂടെ കളിക്കാൻ വരുമോ? വിൽ യു പ്ലേ വിത്ത് മീ? എന്റെ കൂടെ കളിക്കാൻ വരുമോ? അപ്പൊ എന്താ പറയണത്? വരാം, നമ്മൾ. യെസ് ഐ ഷോൾ. യെസ് ഐ ഷോൾ, ഞാൻ വരാം, നമ്മള് ഫാമിലിയാണ്, ഒരു കുടുംബമാണ്. അടുത്തത് അച്ഛനോട് എന്താ പറയണത്? വിൽ യു ഈറ്റ് വിത്ത് മീ? എന്റെ കൂടെ കഴിക്കാൻ വരുമോ? കഴിക്കാനാണ്, ഈറ്റ് ചെയ്യാൻ വരുമോ? അപ്പൊ എന്താ പറയണത്? വരാം, നമ്മളൊരു ഫാമിലി. യെസ് വി ആർ എ ഫാമിലി. ബ്രദറിന്റെ അടുത്തും സിസ്റ്ററിന്റെ അടുത്തും എന്താ ചോദിക്കുന്നത്? എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വരുമോ? അപ്പൊ എന്താ പറയാ? യെസ് ഐ ഷോൾ. യെസ് ഐ ഷോൾ. വി ആർ എ ഫാമിലി. ഗ്രാൻഡ് മദറിന്റെ അടുത്ത് മുത്തശ്ശിയോട് എന്താ പറയണത്? വിൽ യു സിങ് വിത്ത് മീ? എന്റെ കൂടെ പാടുവോ എന്ന് ചോദിക്കുകയാണ്, സിങ് ചെയ്യോ എന്ന് ചോദിക്കണം. യെസ് ഐ ഷോൾ. യെസ് ഐ ഷോൾ. വി ആർ എ ഫാമിലി. ഗ്രാൻഡ് ഫാദറിന്റെ എന്താ ചോദിക്കുന്നത്? വിൽ യു റീഡ് വിത്ത് മീ? എന്റെ കൂടെ വായിക്കുമോ? അപ്പൊ എന്താ പറയുന്ന ആൻസർ എന്താ? യെസ് ഐ ഷോൾ. യെസ് ഐ ഷോൾ. വി ആർ എ ഫാമിലി. അടുത്തത് ലെറ്റ് ആസ് റീഡ്. ഇവിടെ ഒരു സ്റ്റോറിയാണ്, ദ സ്പാരോ ഫാമിലി. സ്പാരോ എന്ന് വെച്ചാൽ ഏത് ബേർഡാ? കുരുവി. ഓക്കെ, സ്പാരോന്റെ ഫാമിലിയെ കുറിച്ചാണ് സ്റ്റോറിയിൽ പറയുന്നത്. നമുക്ക് റീഡ് ചെയ്യാം. Mama and Papa Sparrow were making a nest. They found a safe place. The little nest was soon ready. It was soft and warm. മമ്മ സ്പാരോയും പപ്പ സ്പാരോയും കൂടെ ഒരു കൂട് കെട്ടി ഒരു നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവരെന്താ ചെയ്യേണ്ടത്? നെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? കൂട് കെട്ടുക. ബേർഡ്സിന്റെ കൂടിനെയാണ് നെസ്റ്റ് പറയാ. അങ്ങനെ പെട്ടെന്ന് തന്നെ നെസ്റ്റ് റെഡിയായി. വളരെ സോഫ്റ്റ് ആയിട്ടും വാം ആയിട്ടുമുള്ള കൂടാണ്. ഓക്കെ, എന്ത് സംഭവിച്ചു? Mama Sparrow laid 3 small eggs. One day the egg broke open. 3 little heads popped out. Papa Sparrow brought food for them. അങ്ങനെ അതിൽ ആ കൂട്ടില് മമ്മ സ്പാരോ 3 മുട്ടയിട്ടു.
ഒരു ദിവസം ആ മുട്ടകളെല്ലാം പൊട്ടിയിട്ട് അതിൽ നിന്ന് 3 കിളിക്കുട്ടികൾ പുറത്തു വന്നു. പപ്പ സ്പാരോ പോയി അവർക്ക് ഫുഡ് കൊണ്ടുവന്നു, ഭക്ഷണം കൊണ്ടുവന്നു. ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ സ്പാരോ ആൻഡ് അങ്കിൾ സ്പാരോ, കസിൻസ് ആൻഡ് ഫ്രണ്ട്സ് ഓൾ കെയിം ടു മീറ്റ് ദ ബേബി സ്പാരോസ്. ആ കുഞ്ഞി ബേബി സ്പാരോസിനെ കാണാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദർ സ്പാരോയും ആൻഡും അങ്കിൾ സ്പാരോസും കസിൻസും ഫ്രണ്ട്സും എല്ലാവരും കാണാൻ വന്നു. ദി ബേബി സ്പാരോസ് ഗ്രോ ബിഗർ ആൻഡ് ബിഗർ. അങ്ങനെ ബേബി സ്പാരോ വളർന്നു വലുതായി. വൺ ഡേ ദി ബേബി സ്പാരോസ് ഹോപ്പ്ഡ് ഔട്ട് ഓഫ് ദ നെസ്റ്റ്. ഒരു ദിവസം ബേബി സ്പാരോസ് കൂട്ടിൽ നിന്ന് പുറത്തു വന്നു. ദേ ഫ്ലോ അപ്പ് ഇൻ ടു ദ ബിഗ് ബ്ലൂ സ്കൈ. എന്നിട്ട് ആകാശത്തിലേക്ക് ഉയർന്നു പറന്നുപോയി, പറക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മൾ കുറച്ച് സൈഡ് വേർഡ്സ് പഠിക്കുന്നുണ്ട്. ആൻഡ്, ദേ, ദം. നമ്മൾ പഠിച്ച ന്യൂ വേർഡ്സ് ഏതൊക്കെയാണ്? നെസ്റ്റ്, സ്പാരോ, egg, grandmother, grandfather, aunt, uncle, cousins, mother, father. Okay, അടുത്ത പേജ് നോക്കൂ. ഹു ആർ ദർ ഇൻ യുവർ ഫാമിലി? നിങ്ങൾ പറയേണ്ടതാണ് ആരൊക്കെയാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ളത്. പറയുക. മദർ, ഫാദർ, സിസ്റ്റർ, ബ്രദർ, ആരൊക്കെയാണ് നമ്മുടെ ഫാമിലിയിൽ ഉള്ളതെന്ന് പറയുക. ഹൗ ഡു യു ഹെൽപ്പ് ഈച്ച് അതർ? നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ പരസ്പരം എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക? വാട്ട് ആർ നെയിംസ് ഓഫ് യുവർ ഗ്രാൻഡ് പാരൻസ്? ഗ്രാൻഡ് പാരൻസിന്റെ നെയിം. ബോത്ത് പെറ്റേണൽ ആൻഡ് മെറ്റേണൽ എന്ന് വെച്ചാൽ എന്താണ്? പെറ്റേണൽ എന്ന് വെച്ചാൽ അച്ഛന്റെ ഫാദറിന്റെയും മദറിന്റെയും. മെറ്റേണൽ എന്ന് വെച്ചാൽ അമ്മയുടെ മദറിന്റെയും ഫാദറിന്റെയും പേരുകളാണ് പറയേണ്ടത്. വിച്ച് ബേർഡ് ഡു യു സീ അറൌണ്ട് യുവർ ഹൗസ്? നിങ്ങളുടെ വീടിന് ചുറ്റും ഏതൊക്കെ ബേർഡ്സിനെ കാണാൻ കഴിയും? ആ ബേർഡ്സിന്റെ പേര് പറഞ്ഞ്. ഏതൊക്കെ കാണാൻ കഴിയും? ക്രോ, പാരറ്റ്, വേറെ ഏതെങ്കിലുമൊക്കെ ബേർഡ്സ് കാണില്ലേ? അത് പറയാ. ഇഫ് യു വേർ ദ ബേബി സ്പാരോ വേർ വുഡ് യു ഗോ ഫ്ലൈങ്? ഇഫ് നിങ്ങളാണ് ബേബി സ്പാരോ എങ്കിൽ എങ്ങോട്ടായിരിക്കും പറന്നിട്ടുണ്ടാവുക? ഫ്ലൈ അബൌവ് ദ സീ. വാട്ട് ഡു യു തിങ്ക് ദ ബേബി സ്പാരോ സോ ഫ്രം ദ സ്കൈ? എന്തൊക്കെയായിരിക്കും ബേബി സ്പാരോ കണ്ടിട്ടുണ്ടാവുക? ബേബി സ്പാരോ മൈറ്റ് സീ ദ ട്രീസ് ഇൻ ദ ഗ്രൗണ്ട്, oceans and other things. What do you call the following members in your mother tongue? നമ്മുടെ മദർ ടങ്ങില് ഈ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എന്താണ് വിളിക്കുക? മദർ എന്നാണോ നമ്മൾ വിളിക്കുക? മലയാളത്തിൽ മലയാളമാണ് മദർ ടങ്ങിൽ മലയാളത്തിൽ എന്താ മദറിനെ വിളിക്കുക? അമ്മ. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഫാദറിനെ എന്താ വിളിക്കുക? അച്ഛൻ, അല്ലെ? എൽഡർ ബ്രദറിനെ എന്താ വിളിക്കുക? ചേട്ടൻ. എൽഡർ സിസ്റ്ററിനെ ചേച്ചി. ഗ്രാൻഡ് മദറിനെ അമ്മൂമ്മ. ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ. ആൻഡ് അമ്മായി. അങ്കിൾ അമ്മാവൻ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ എന്താണ് അവരെ വിളിക്കുക ഫാമിലി മെമ്പേഴ്സിന്? അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് ഡ്രോ എ പിക്ചർ ഓഫ് യുവർ ഫാമിലി ഇൻ ദ ബോക്സ് ഗിവൺ. ഈ തന്ന ഇവിടെ ബോക്സിൽ നിങ്ങൾ ഫാമിലിന്റെ ചിത്രമാണ് വരയ്ക്കേണ്ടത്. യു മേ ഇൻക്ലൂഡ് എനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് അബൌട്ട് യുവർ ഫാമിലി ലൈക്ക് പാറ്റ്സ്, യുവർ പ്ലാന്റ്സ്, ട്രീസ് ഇൻ യുവർ ഗാർഡൻ ഓർ എനി അതർ തിങ്സ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? ഫാമിലിയുടെ പിക്ചർ ഒക്കെ വരയ്ക്കുക. അവിടെ എന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. നിങ്ങളുടെ പെറ്റ്സിനെ വരയ്ക്കാം, പെറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം, പ്ലാന്റ്സും ട്രീസും നിങ്ങളുടെ ഗാർഡനിലുള്ളതെല്ലാം നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡ്രോ ചെയ്യുക. എന്നിട്ട് നൗ ടെൽ യുവർ ക്ലാസ് അബൌട്ട് വാട്ട് യു ഹാവ് ഡ്രോ. എന്നിട്ട് ഈ വരച്ചതിനെ കുറിച്ച് നിങ്ങൾ ക്ലാസ്സിൽ പറയണം. ഓക്കെ, ഇതുപോലെ നമ്മുടെ ഫാമിലിനെ ഡ്രോ ചെയ്യുക. അടുത്ത the word, let us do the word father begin with F sound. Read the following words that begin with the F sound. begin ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. F sound നോക്കൂ. fox, feather, foot, fire, flag. The word mother begins with M sound. Read the following words that begin with the M sound. M വെച്ചേക്കാം. man, mask, mouse, moon, monkey, mouth. അടുത്തത് read the words in the box. Tick the word that begin with F. Circle the words that begin with M. അവിടെ F വെച്ച് തുടങ്ങുന്ന വാക്കുകൾ നമ്മളിവിടെ ടിക്ക് ചെയ്യുക. അതല്ല നമ്മൾ M വെച്ചിട്ടാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യുക. അപ്പൊ F വെച്ചിട്ട് ഏതൊക്കെയാണ് ടിക്ക് ചെയ്ത്? ഫിഷ്, ഫാൻ, ഫേസ്, ഫിംഗർ. M വെച്ചിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് നോക്കൂ. ഇതാണ്ടോ? മഗ്, അതുപോലെ മിൽക്ക്, മാപ്പ്, മാറ്റ്. അത് സർക്കിൾ ചെയ്യുക. അടുത്ത റൈറ്റ് ദ വേർഡ്സ്. ഇവിടെ എഴുതിയ വേർഡ്സ് ഇങ്ങോട്ട് എഴുതുക. ഫാദർ, സ്പെല്ലിങ്ങും പഠിക്കണം. അടുത്തത് മദർ, സിസ്റ്റർ, ബ്രദർ. ഓക്കെ, അടുത്തത് പിക്ചർ ടോക്ക് ആണ്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് എന്താ? ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ബാത്റൂം, ലേബിൾ ദ തിങ്സ് ഇൻ ഇറ്റ്. ബാത്റൂമിന്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യുക? എന്തൊക്കെയാണ് കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് എഴുതുക. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ? ടവൽ, ഷവർ, ടാപ്പ്, ബക്കറ്റ്, കപ്പ്, ടബ്, സോപ്പ്, വാഷ് ബേസിൻ, സ്റ്റൂള്, ഫുഡ്വിയർ, സ്വൈപ്പർ, മിറർ. പിന്നെന്താണ്? നമ്മൾ ബ്രഷ് വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ട് അല്ലേ? സ്റ്റാൻഡ്,
പിന്നെ what things do you see in the picture? ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. Do you remember to close the tap when you are not using it? Why should we do so? നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൈപ്പ് ക്ലോസ് ചെയ്യണം, ടാപ്പ് ക്ലോസ് ചെയ്യണം അല്ലെ? എന്തുകൊണ്ടാണ്? നമ്മൾ വാട്ടർ ലോസേജ് തടയാൻ വേണ്ടി, വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അടുത്തത് letter sounds. U വെച്ചിട്ട് ഏതൊക്കെ വേർഡ്സ് ആണ്? യൂണിഫോം, utensils. V van, vase. W well, wall. X x-ray, xylophone. Y yak, yo-yo. Z see, zebra. Notice the initial sounds of the name of the picture in each row. Find the odd one out. ഇവിടെ നോക്കൂ, odd one ഏതാ നോക്കുക. The ship, spoon. ഇതെന്താ? leaf. odd one ആരാണ്? leaf. അടുത്തത് sun, tomato, 10. ആരാ odd one? sun. അടുത്തത് എന്താണ്? ഇവിടെ പാരറ്റ്, പോട്ട് ഉണ്ട്. ഇവിടെ എന്താ? ട്രീ അല്ലേ? അപ്പൊ ട്രീ ആണ് odd one. അടുത്തത് കളർ ദ പിക്ചേഴ്സ് ആൻഡ് ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സും പിക്ചേഴ്സും കളർ ചെയ്യുക. ടി വെച്ചിട്ടുള്ള പിക്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ട്രീ, ടേബിൾ, ടാബ്, ടൊമാറ്റോ. ആർ വെച്ച് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? റോക്കറ്റ്, റാറ്റ്, റിംഗ്, റോസ്. കളർ ചെയ്യുക. ഇതുപോലെ നല്ല ഭംഗിയിൽ കളർ ചെയ്യൂ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ലെറ്റേഴ്സ് തിങ്ക് യു ഓൾ നോ ദ ആൽഫബറ്റ് സോങ്. ലെറ്റസ് സിംഗ് ഇറ്റ് വൈൽ റീഡിങ് ദ ലെറ്റേഴ്സ്. അപ്പൊ നമുക്ക് ABCD അറിയില്ലേ? ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതേപോലെ സ്മോൾ ലെറ്റേഴ്സ് ഇവിടെയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സിംഗ് ഇറ്റ് ലൗലി ഫോർ ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് സോഫ്റ്റ്ലി ഫോർ ദ സ്മോൾ ലെറ്റേഴ്സ്. അപ്പൊ ABCD സോങ് എല്ലാവർക്കും അറിയില്ല? ഇപ്പൊ റീഡ് ചെയ്ത് നോക്കുക. ഇവിടെ ലെറ്റേഴ്സ് ഡു നമുക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാപ്റ്റർ മനസ്സിലായല്ലോ? ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലാസ് മനസ്സിലായാൽ നമ്മുടെ ക്ലാസ് ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.